വാ മോളെ വാ. നിങ്ങളെങ്ങനെ മാഡം മൂന്ന് പേര് എഴുന്നേറ്റ് വന്നേ. വരാൻ. സാറേ 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 എന്തോ സാറേ? ആ ബാഗ് എവിടാ? ഏത് ബാഗാ സാറേ? നിനക്കറിയത്തില്ല? ഇല്ല സാർ. നിന്നെ വണ്ടിയല്ലേ? ആണ് സാറേ. ആ ഡിക്കിന്ന് പറഞ്ഞേ. എന്തിനാ സാറേ? ഓ കാര്യം പറഞ്ഞെങ്കിലേ സാർ തുറക്കത്തുള്ളൂ. തുറക്കണം അങ്ങോട്ട്. തുറക്കാം. ആരുടെ ബാഗാടാ? ബാഗ് ഇതെന്റെ ബാഗാ സാറേ. തുറക്കടാ. തുറക്കടാ അങ്ങോട്ട്. ആരുടെ ഡ്രസ്സാടാ അത്? എന്റെ ഡ്രസ്സാ സാറേ. നിന്റെ ബാഗാണെന്നല്ലേ നീ പറഞ്ഞത്? ആ ബാഗ് ഇവന്റെയാ, പക്ഷെ അതിനകത്ത് കളക്ഷൻസ് എന്റെയാ. കുറെ നേരമായി അവന്റെ ജോക്കർ കളി. പറയടാ, വേറെന്തറിയാടാ നിനക്ക്? വേറെ എന്നാ സാറേ? കള്ളം പറയുന്നു. സർ പ്ലീസ് സർ, എന്താ സർ ഇത്? മിണ്ടരുത് നീ. നിന്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ബാക്കി സ്റ്റേഷനിൽ നിന്നിട്ടാവാം. പിടിച്ചു കയറ്റ്. സാർ. പ്രതിഭ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും. ശരി സാർ. വാ. എന്താടാ? അല്ല സാറേ, അതെ സാറേ, ഒരൊറ്റ മിനിറ്റത്തേക്ക് എൻ്റെ ഫോണും തരുമോ? എന്തിനാടാ? കുറച്ച് ഡോക്യുമെന്റ്സേ. ഡോക്യുമെന്റ്സോ? വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനാ. എന്നതാ? അല്ല, സ്ത്രീകളൊക്കെ ഉള്ളൊരു സ്റ്റേഷനല്ലേ സാർ, ഡിപ്പാർട്ട്മെന്റിന് വെറുതെ നാണക്കേടാവണ്ടെന്ന് ഓർത്താ. 3 AM സന്ധ്യ അല്ലേ മാഡം? പാതിരാത്രിക്കാണോടാ സന്ധ്യ? അമേരിക്കയിൽ സന്ധ്യ, അതാ. അയ്യോ, ഞാനെന്ത് ചെയ്യാനാ? ബാച്ചിലറായി പോയില്ലേ? എവളെ നിന്നെ വിളിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ എന്താതിരിക്കടാ. അയ്യോ, മൂന്ന് പേരോടും കൂടിയാ പറയുന്നത്. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസാ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. അതല്ല, ഇനിയും കള്ളം പറയാനാണ് ഭാവമെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതി എനിക്കൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. വേണ്ട സാറേ, ഞങ്ങൾ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. എന്ന് വെച്ചാൽ ഈ ബാഗ് മുഴുവൻ ഇവന്റെ ഡ്രസ്സായിരുന്നു അല്ലേ? ആണ് സാറേ. ഞാനേ ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് പോവായിരുന്നു. കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ബാഗ് ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പൊ എനിക്ക് ഈ ബാഗ് തരാൻ വേണ്ടി ഇവൻ വരുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ആക്സിഡന്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. ഓ, Yeah. എന്നാലേ മക്കൾ ഇതൊന്ന് നോക്കിയേ. ഞാൻ ഈ കാക്കിയിട്ട് കളവറി തുടങ്ങിയിട്ടേ കൊല്ലം 18ആയി. ഒരു ബാഗ് എടുത്തോണ്ട് പോകുന്നതാ അറിയാം അതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന്. ശരിയാ. ഇവന്റെ നാല് ഓഞ്ച ഷെട്ടിക്കാനോടാ ഇത്രയും വെയിറ്റ്. നീ ആ CC ക്യാമറ കണ്ടു. ബാഗിനകത്തിരുന്ന സാധനം വിദഗ്ധമായി അങ്ങ് മാറ്റുകയും ചെയ്തു. പറയടാ, എന്തായിരുന്നു ബാഗിനകത്ത്? സാറേ, അത് ഡോക്ടർ. സർ, ആക്സിഡന്റ് കേസിലെ പേഷ്യന്റിന് ബോധം വീണ്ടുണ്ട്. പെട്ടെന്ന് വന്ന് മൊഴിയെടുക്കാം. ഓക്കെ, ഞാൻ ഉടനെ എത്താം. ശരി ശരി. തൽക്കാലം ഇത് മറ്റാരോടും പറയാൻ നിൽക്കണ്ട. ഐ അണ്ടർസ്റ്റാൻഡ്.
ഞാനൊന്ന് പുറത്തു പോവാ. തിരിച്ചു വരുമ്പോ ഉള്ള സത്യങ്ങളെല്ലാം മണിമണി പോലെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ മക്കളെ നിങ്ങളെ ഞാൻ പൂട്ടും. ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഞാൻ പൂട്ടും. എന്നിട്ട് ആ സ്വർണ്ണയുടെ ചാക്കോ ഓരത് വീങ്ങിയ. സാറേ, ഞാൻ അവരുടെ വണ്ടി അരിച്ചു പെറുക്കിയതാ. അതിൽ അങ്ങനെ ഒരു ബാഗ് ഇല്ല. ഇനി ചിലപ്പോൾ അവർ ആ സ്പോട്ടിൽ നിന്ന് ബാഗ് എടുത്തിട്ടില്ലെങ്കിലോ? അയ്യോ സാറേ, ഞങ്ങൾ കണ്ടതാണ് അവരാ ബാഗ് എടുക്കുന്നത്. അവരാകെ പോയത് ബാലുവിന്റെ വീട്ടിലേക്കാണ്. ഞങ്ങൾ അവിടെ മൊത്തം നോക്കിയതാ, അതവിടെ ഇല്ല. സാർ ടെൻഷൻ അടിക്കണ്ട. ബെന്നി അവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെടുത്തിരിക്കുക. ഞാനങ്ങോട്ട് ചെല്ലാം. ചോദിക്കേണ്ടവരെ ചോദിച്ചാ അവർ സത്യം പറയും. ആ താൻ സ്റ്റേഷനിലേക്ക് പോയിക്കോ. നേരം വെളുക്കാൻ ഇനി 2-3 മണിക്കൂറേ ഉള്ളൂ. ജലീലേ, ഞാൽബിനെ വിളിച്ചിട്ട് കുറച്ച് പൊന്നും കൂടെ അറേഞ്ച് ചെയ്. കളി ഞമ്മക്കിഞ്ഞി ഒന്ന് കളിക്കാം. ഡോക്ടർ, പിന്നെ സാർ, എങ്ങനെയുണ്ട് ഇപ്പൊ പേഷ്യന്റ്? 1 minute. You carry on. ഓക്കെ ഡോക്ടർ. Come with me. മരുന്നിൻ്റെ ഒരു സെഡേഷൻ ഉണ്ട്. ബട്ട് ഈസ് ഓക്കെ നോ. യു ക്യാൻ ഡോക്ടർ ഹിം. സാർ, ആ വാ. മോളെ പേടിച്ചോ? ആ മാഡം, ഇത് ബെന്നി മൂപ്പൻ, ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാ. മാഡം, ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് ഇരിക്കണം. എനിക്ക് ബാലിനോടൊന്ന് സംസാരിക്കാനുണ്ട്. കുഞ്ഞിന് പ്ലീസ് കം. യു റിലാക്സ്. ബാലുവിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. ബാലു മന്ത്രി രാജൻ ഗ്രൂപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫ് അല്ലേ? അതെ. ബാലുവിന്റെ ദേഹത്ത് 2 വെട്ടേറ്റിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? രാജൻ സാറ് പറഞ്ഞിട്ടാ അത്യാവശ്യമായിട്ട് തൃശ്ശൂർക്ക് പോയത്. എന്തിന്? ഒരു അർജന്റ് ഫയല് തൃശ്ശൂർ ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പോണ വഴിയിൽ പറവരെത്തും മുമ്പ് പെട്ടെന്ന് ആക്രമണം ഉണ്ടായത്. ആരാന്നൊന്നും ഓർക്കുന്നില്ല. നല്ല ഇരുട്ടായിരുന്നു. ഞാൻ ഫേസ് കണ്ടില്ല സാറേ. ഹൈവേയിൽ നിന്ന് 800 മീറ്റർ മാറി ഒരു സൈഡ് റോഡിലാണ് ബാലുവിന്റെ വണ്ടി കണ്ടെത്തിയത്. ഹൈവേയിലൂടെ സഞ്ചരിച്ച താനെന്തിനാ ഇടവഴി തിരിഞ്ഞത്? ഓക്കെ, അതിവിടെ. ബാലുവിന് ഈ ബാഗ് ആരുടെയാണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ ബാഗ് സാറേ. ഈ ബാഗ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിനകത്ത് എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സാറേ, എൻ്റെ ഗോൾഡല്ല സാറേ, രാജൻ സാറിൻ്റെ.